കാനറ ബാങ്ക് നശിപ്പിക്കുവാൻ ശ്രമിച്ച ജീവനക്കാരി പ്രിയംവദയ്ക്ക് സംഭവിച്ചത്. പ്രേക്ഷകർ ഇനി കേൾക്കുവാൻ പോകുന്നത് പ്രിയംവദ MC എന്ന കാനറ ബാങ്ക് ജീവനക്കാരിയുടെ 15 വർഷം നീണ്ട നിയമ പോരാട്ടത്തിൻ്റെ വിജയകഥയാണ്. കണ്ണൂർ താഴെച്ചൊവ്വെ സ്വദേശിയായ പ്രിയംവദ LLB പഠനത്തിന് ശേഷം 5 കൊല്ലം വക്കീലായി പ്രാക്ടീസ് ചെയ്യവേ 1999 കാനറ ബാങ്കിൻ്റെ ചെന്നൈ സർക്കിളിൽ ലോ ഓഫീസറായി ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. മകൾക്കൊരു സ്ഥിരം ജോലിയായല്ലോ എന്നോർത്ത് മാതാപിതാക്കൾ വളരെയേറെ സന്തോഷിച്ചു. പ്രിയംവദ കാനറ ബാങ്കിൻ്റെ മംഗലാപുരം സർക്കിൾ ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ ബാങ്കിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും ചില ഡയറക്ടർമാരും ചേർന്ന് 14 കോടി രൂപ ഗോവയിലെ ഒരു മന്ത്രി അടക്കമുള്ള 2 പേർക്ക് അനധികൃതമായി ലോൺ നൽകി ബാങ്കിനെ കബളിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ പ്രിയംവദ കണ്ടുപിടിക്കുകയും ഉടൻ തന്നെ ഉന്നത അധികാരികൾക്ക് ഈ വിവരം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇവർക്കെതിരെ ബാങ്ക് നടപടിയെടുക്കാതെ പരാതിക്കാരിയായ പ്രിയംവദയെ ക്രൂശിക്കുവാൻ ശ്രമമുണ്ടായപ്പോൾ അവർ ഈ വിവരം CBIയെയും സെൻട്രൽ വിജിലൻസ് കമ്മീഷനെയും രേഖാമൂലം തെളിവുകൾ സഹിതം അറിയിക്കുകയുണ്ടായി. ഈ ഏജൻസികൾ അനങ്ങിയില്ല എന്ന് മാത്രമല്ല, പ്രിയംവദ അയച്ച പരാതി അതേപടി ബാങ്കിൻ്റെ മാനേജ്മെന്റിന് അയച്ചു കൊടുത്തു, അന്വേഷിക്കുവാൻ ആവശ്യപ്പെട്ടു. പിന്നീട് നമുക്ക് ഊഹിക്കാമല്ലോ എന്തായിരിക്കാം സംഭവിച്ചതെന്ന്. തുടർന്ന് പ്രിയംവദയ്ക്ക് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും നേരിടേണ്ടി വന്നത് അതിക്രൂരമായ പീഡന പരമ്പരകളാണ്. കോഴിക്കോട്ടേക്ക് സ്ഥലം മാറ്റി ബാങ്കിലെ സഹപ്രവർത്തകരെ കൊണ്ട് കള്ളപ്പരാതികൾ കൊടുപ്പിച്ചു. തുടർന്ന് 2011 ഒക്ടോബർ 13 പ്രിയംവദയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. തുടർന്ന് 31/1/2013 ഇവരെ സർവീസിൽ നിന്നും ബാങ്ക് ഡിസ്മിസ് ചെയ്യുകയും ചെയ്തു. ബാങ്കിൽ നിന്നും പണം മോഷ്ടിച്ചത് കൊണ്ടാണ് ഈ നടപടികൾ എന്ന് ബാങ്ക് അധികൃതർ പറഞ്ഞു പരത്തിയതിനെ തുടർന്ന് കുടുംബജീവിതവും തകർന്നു. മനംനൊന്ത് പ്രിയംവദയുടെ പിതാവ് ആത്മഹത്യയും ചെയ്തു. ഇത്രയുമൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ബാങ്കിനെതിരെ പോരാടുവാൻ തന്നെ പ്രിയംവദ തീരുമാനിച്ചു. പ്രിയംവദ ആദ്യം ഈ കേസ് ഏൽപ്പിച്ച വക്കീൽ ഹൈക്കോടതിയിൽ ആദ്യ വാദം നടത്തേണ്ടതിൻ്റെ തലേദിവസം തന്നെ വക്കാലത്ത് റീലിംഗ്വിഷ് ചെയ്ത് കേസ് ഒഴിഞ്ഞു. വീണ്ടും പ്രിയംവദ മറ്റൊരു വക്കീലിനെ കണ്ടെത്തി കേസ് ഏൽപ്പിച്ചെങ്കിലും 7 വർഷമായിട്ടും വാദം നടക്കാതായപ്പോൾ ഇതിനെതിരെ പരാതിപ്പെട്ടപ്പോൾ ആ വക്കീലും കേസൊഴിഞ്ഞ് അങ്ങനെ അന്യായമായ പിരിച്ചുവിടലിനെതിരെ ഇവർ കേരള ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ 25646/2013 ആയി ഹർജി ഫയൽ ചെയ്യുകയും സ്വയം കേസ് വാദിക്കുകയും ചെയ്തു. ഇക്കഴിഞ്ഞ ജൂൺ 22 ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ഈശ്വരൻ SJ പ്രിയംവദയുടെ റിട്ട് പെറ്റീഷൻ തീർപ്പ് കൽപ്പിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിയിലെ പ്രസക്ത ഭാഗങ്ങൾ ഇപ്രകാരമാണ്. സസ്പെൻഡ് ചെയ്യപ്പെട്ട കാലം മുതലുള്ള കുടിശ്ശിക ശമ്പളത്തോടെ പ്രിയംവദയെ സർവീസിൽ തിരികെ എടുക്കണം. കൂടാതെ ഇവർക്കെതിരെ ബാങ്ക് കൈക്കൊണ്ട സകല അച്ചടക്ക നടപടികളും ദുരുദ്ദേശപരമാണെന്നും ഒരു ക്വാസി ജുഡീഷ്യൽ ഓഫീസർ എന്ന നിലയിൽ നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ടിയിരുന്ന ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി ഓഫീസർ ബാങ്കിന്റെ വക്താവിനെ പോലെ പെരുമാറിയെന്നും വിധിന്യായത്തിൽ പറയുന്നു. ബാങ്കിന്റെ പണം പോകാതെ ആത്മാർത്ഥമായി ശ്രമിച്ച ജീവനക്കാരി പ്രിയംവദയ്ക്കെതിരെ ബാങ്ക് കൈക്കൊണ്ട ശിക്ഷ നടപടികൾ കോടതിയുടെ മനസാക്ഷിയെ ഞെട്ടിച്ചു എന്നും മേലുദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശപ്രകാരമാണ് ഇവരുടെ സഹപ്രവർത്തകർ പരാതി കൊടുത്തതെന്നും കോടതി നിരീക്ഷിച്ചു. കോടതിയുടെ മുൻപിലുള്ള രേഖകൾ പ്രകാരം പ്രിയംവദ സമർത്ഥയായ ഒരു ഉദ്യോഗസ്ഥയാണെന്നും കോടതി വിധിയിൽ പരാമർശിക്കുന്നു. പക്ഷേ ഈ വിധി കേൾക്കുവാൻ തൻ്റെ എല്ലാമായ അച്ഛൻ ഇല്ലാതെ പോയല്ലോ എന്ന സങ്കടത്തിലാണ് പ്രിയംവദ. നമുക്ക് ഇനി പ്രിയംവദയുടെ വാക്കുകൾ കേൾക്കാം. സുനിൽ സാർ അല്ലേ? അതെ, ഞാൻ കണ്ണൂരിൽ നിന്ന് പ്രിയംവദയാണ്. ഞാൻ കാനറ ബാങ്കിലെ ലോ ഓഫീസർ ആയിരുന്നേ. പെർമനന്റ് പോസ്റ്റാണ്. അത് ചിലർക്ക് സംശയമുണ്ട് ഇത് കോൺട്രാക്ട് ബേസ്ഡ് എടുക്കുന്നതാന്നുള്ള. ലീഗൽ അഡ്വൈസർ എന്നിട്ട് വേറൊരു പോസ്റ്റ് ഉണ്ട്. അത് കോൺട്രാക്ട് ബേസ്ഡ്, ഇത് പെർമനന്റ് ആയിട്ടുള്ള പോസ്റ്റാണ്. അതില് പിന്നെ ഞാൻ കാനറ ബാങ്കില് മംഗലാപുരത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ഇവര് വൻകിട കമ്പനികൾക്ക് ലോൺ കൊടുക്കുന്നതില് പിന്നെ വൻ തട്ടിപ്പ് ഞാൻ കണ്ടുപിടിച്ച് അന്ന് മുതലേ എന്നെ എന്ന് വെച്ചാൽ 14 കോടിന്റെ തട്ടിപ്പാണ്. ചില വാടക കെട്ടിടം സ്വന്തം കെട്ടിടം എന്നൊക്കെ കാണിച്ചിട്ട് ലോൺ കൊടുക്കാന്നിട്ട് പിന്നെ അത് കിട്ടാക്കടായിട്ട് ഒരു തിരിച്ചടവില്ലാതെ കിട്ടാക്കടായിട്ട് തള്ളുക. അപ്പൊ എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഷെയർ ഇവന്മാർക്ക് കിട്ടും. ഈ കൊടുത്ത അപ്പൊ ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് തന്നെ കിട്ടും. ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് തന്നെ കിട്ടും. കാരണം വെച്ചാല് തിരിച്ചടവില്ലാതെ വൻ പൈസ അങ്ങ് ഇതായിട്ട് പോവില്ലേ ചെയ്യുന്നത്. കിട്ടാക്കടായിട്ട് ഒരു പൈസയും തിരിച്ചടക്കാണ്ട് പിന്നെ തള്ളി പോകുമ്പോ നല്ല ലാഭം ഇവർക്കും അതിന്റെ ഷെയർ പോവും. അതാണ് ഇതിന്റെ പരിപാടി. എന്നിട്ട് അത് കണ്ടുപിടിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ എന്നെ വെച്ചാല് ഒരു അക്കൗണ്ട് 14 കോടിയുടെ തള്ളാൻ നോക്കുമ്പോൾ ഞാനിത് ഫ്രോഡാന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിച്ചിട്ട് ഇവന്മാർക്ക് 14 കോടി തള്ളാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് അപ്പൊ ഇവര് ഇതിന്റെ ബാങ്കിന്റെ ഗൈഡ് ലൈൻ പ്രകാരം 24 മണിക്കൂറിനുള്ളിൽ CBIനെ അറിയിക്കണം.
അപ്പൊ ഇവന്മാരൊക്കെ പെടുന്നതുകൊണ്ട് ഇത് പിന്നെ കുറച്ച് മറ്റുദ്യോഗസ്ഥരൊക്കെ ഇത് എതിർക്കുകയൊക്കെ ചെയ്യുന്നപ്പോ 7 കോടിയെ കൊണ്ട് ഇത് വൺ ടൈം സെറ്റിൽമെന്റിൽ തീർക്കേണ്ടി വന്നു. അപ്പൊ അതിന്റെ വെറുപ്പ് പിന്നെ വേറെ എല്ലാം കളത്തിലുണ്ട്. അപ്പൊ എന്നിട്ട് അതെല്ലാം പിന്നെ ഇവർക്ക് പൈസേന്റെ പോയിന്റ് ദേഷ്യം എന്നോട് കുറെ തെറ്റി. ഞാൻ 2 പ്രാവശ്യം ലോ മാനേജറായിട്ട് പ്രൊമോഷൻ ആകാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് റാങ്കിൽ 2 പ്രാവശ്യം പാസ്സായി. എനിക്ക് പിന്നെ ഇത് പ്രൊമോഷൻ തന്നിട്ടില്ല, പിന്നെ ലീവ് തരൂല, എമർജൻസി ഒരു പിന്നെ സർജറിക്കൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് അവസാനം ഇവന്മാർ കുറെ എന്തെങ്കിലും എന്നെ പിന്നെ ഇത് ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും കൊടുക്കാൻ കഴിയുമോ നോക്കിയിട്ട് കുറെ ശ്രമിച്ചു നോക്കി ഒന്നും കിട്ടായിട്ട് 2011 എന്റെ മാനേജർ ഷെഡ്യൂൾ കാസ്റ്റിൽപ്പെട്ട ആളെ ഞാൻ തോട്ടിയെന്നും പറഞ്ഞിട്ട് എന്നെ സസ്പെൻഡ് ചെയ്തു. 2013 ഇവരെ തന്നെ അവിടെ തന്നെ ഒരു എൻക്വയറി ഓഫീസറായിട്ട് ഡിപ്പാർട്ട്മെന്റ് എൻക്വയറി ഓഫീസറാക്കിയിട്ട് ഇവരെ തന്നെ ഒരു അജ്ഞാനവർത്തീനെ ഒരു എൻക്വയറി ഓഫീസറാക്കി ഇതെല്ലാം ചാർജെല്ലാം തെളിഞ്ഞെന്ന് പറഞ്ഞിട്ട് 2013 ഡിസ്മിസും ചെയ്തു. ഇപ്പോ ഈ 13 വർഷം കഴിഞ്ഞിട്ട് എന്നത് ഹൈക്കോടതിയിൽ നിന്ന് എന്നെ തിരിച്ചെടുക്കാൻ വേണ്ടി വിധി വന്നിരിക്കുന്നത്. ഇത് മുഴുവനും കളവായിട്ടുള്ള അച്ചടക്ക നടപടിയാണ് എനിക്കെതിരെ എടുത്തിരിക്കുന്നതെന്നും എന്റെ മേൽ ചുമത്തിയ ശിക്ഷ കോടതിയുടെ മനസാക്ഷിനെ ഞെട്ടിച്ചുവെന്നും ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇത് ആജ്ഞാനുവർത്തിയായിട്ടാണ് എൻക്വയറി ഓഫീസർ പ്രവർത്തിച്ചതിനും മൊത്തം കളവാണെന്നുള്ള വിധി ജഡ്ജി ഈശ്വരൻ ജസ്റ്റിസ് വിധിച്ചിരിക്കുന്നു. എന്നായിരുന്നു വന്നത് വിധി? വിധി വന്നത് 22 ജൂണിന്. എനിക്ക് അതിന്റെ ഓർഡർ കിട്ടിയിരിക്കുന്നത് 2-3 ദിവസമേ ആയിട്ടുള്ളൂ. 13 കൊല്ലമായിട്ട് ഞാൻ അനുഭവിച്ച മാനസിക വേദന എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എന്റെ ഫാമിലി ലൈഫ് പോയി. എന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തു. അച്ഛനായിരുന്നു എന്നെ LLB-ക്കൊക്കെ അയച്ചത്. അപ്പൊ ഈ നീണ്ടു പോകുന്ന ഇത് അച്ഛനെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചിരുന്നു. അഴിമതി കണ്ടുപിടിച്ച കൂട്ടർ എന്താന്ന് പറയാ നശിപ്പിച്ച് നാരായ കല്ലെടുത്തിട്ട് ഏത് ഡിപ്പാർട്ട്മെന്റ് ഒന്നും വിടുന്നു. പിന്നെ അത് മാത്രല്ല ഈ അഴിമതി കണ്ടുപിടിച്ച കൂട്ടർക്ക് ഒരു ക്രിമിനൽ കേസും കൊടുക്കും. അത് സാധാരണ കൊടുക്കുന്നതെന്ന് പറഞ്ഞാല് ഇങ്ങനെ SC ST ഒരു പിന്നെ സ്ത്രീകളെ പിന്നെ അപമാനിച്ചെന്ന് പറഞ്ഞാൽ അത് രണ്ടും സാധാരണ എടുക്കുന്നത്. ഇത് കേരള ഹൈക്കോടതിക്ക് നോക്കാനുള്ള ജൂറിസ്ഡിക്ഷൻ ഇല്ല. കാരണം അത് നടന്നിരിക്കുന്നത് മംഗലാപുരത്ത് നിന്നാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ കൂടെ പിന്നെ ഇത് പിറകെ പിന്നെ മംഗലാപുരം ഹൈക്കോടതി മംഗലാപുരം അല്ല കർണാടക ഹൈക്കോടതിയിലൊക്കെ പോകേണ്ടി വരും. പക്ഷെ ഇത് കളവാണ്. പിന്നെ എങ്ങോട്ടാണ് സർവീസിൽ തിരികെ പ്രവേശിക്കാനായിട്ട് പറഞ്ഞേക്കുന്നത്? എന്നെ കോഴിക്കോട് നിന്നാണ് ഡിസ്മിസ് ചെയ്തത്. അപ്പൊ ഇനിയിപ്പോ ഈ ബാങ്ക് എനിക്കൊരു ഇന്റിമേഷൻ തരണം എവിടെയാന്ന് പോസ്റ്റിംഗ് തന്നിട്ട് എന്ന് പറഞ്ഞിട്ട് ഈ പിന്നെ ഉടനടി തിരിച്ചെടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിത്ത് 50% ബാക്ക് വേജസ് സസ്പെൻഷൻ മുതലുള്ള എല്ലാ ആനുകൂല്യങ്ങളും 50% ആയിട്ട് അത് പിന്നെ ഉടനടി തിരിച്ചെടുക്കണം. ഇതുവരെ എനിക്കൊന്നും ഇന്റിമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. ഇനിയും ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേയും കൊണ്ട് പോവോ? സ്റ്റേ കിട്ടാനുള്ള എല്ലാം വഴി വളരെ കുറവാണ്. കാരണം അത്രയും നല്ല വിധിയാണ് കോടതിയിൽ നിന്നുള്ളത്. പിന്നിൽ ആരാ പ്രവർത്തിച്ചത്? ഏത് ഉദ്യോഗസ്ഥന്മാരാ? ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാർ അതെന്ന് പറഞ്ഞാൽ ഹൈ ലെവലുള്ള കൂട്ടരാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ കോടികളെ ലോണൊക്കെ പിന്നെ ഇത് സാങ്ഷൻ ചെയ്യുന്നതും പിന്നെ കിട്ടാക്കടയായിട്ട് തള്ളുന്നതെന്ന് പറഞ്ഞാല് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചെയർമാൻ എല്ലാം കൂടി പെടുന്നതാണ്. ഇപ്പം നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം കൊടുത്തു കണ്ടില്ലേ, നമ്മുടെ സുപ്രധാനമായ ഒരു സെക്രട്ടറിയുടെ പദവിയിൽ, സംസ്ഥാനത്തെ ഏറ്റവും പരമോന്നത പദവിയിൽ ഇരിക്കുന്ന ആൾ ഇത്തരത്തിലുള്ള ഫ്രോഡലന്റ് കാണിച്ച് വഴിവിട്ട് ലോൺ കൊടുത്ത് ആ കേസ് ഒതുക്കി തീർത്ത ആളാണ് നമ്മളുടെ ചീഫായിട്ട് വന്നിരിക്കുന്നത്. ആ സംസ്ഥാനത്താണ് ഇതൊക്കെ നടക്കുന്നതെന്ന് ഓർക്കണം. ഇത് ഞാൻ കർണാടക സർക്കിൾ ഓഫീസ് മാംഗ്ലൂർ സർക്കിൾ ഓഫീസിൽ നടക്കുന്ന ജോലി ചെയ്യുന്ന സമയത്താണ്. പക്ഷെ ഇത് പിന്നെ ഇതിന്റെ സംഭവം നടന്നിരിക്കുന്നത് ഗോവ ആ സമയത്ത് ഈ ഇത് മാംഗ്ലൂർ സർക്കിൾ ഓഫീസിന്റെ പരിധിയിൽപ്പെടുന്നതായിരുന്നു. ഗോവയിലാണ്. ഞാനിത് ഇതിന്റെ പിന്നെ ശരിക്കുള്ള ഇൻഫർമേഷൻ തരാം. എനിക്ക് പറയാനും പേടിയാന്ന്. ലോൺ കൊടുത്തത് ആർക്കാന്നറിയോ? ആ പിന്നെ നേരത്തെ ഗോവയിലുള്ള വ്യവസായ മന്ത്രിക്ക്. എന്നിട്ട് വ്യവസായ മന്ത്രിക്ക് തിരിച്ചടക്കാൻ യാതൊരു കഴിവുമില്ല, അതുകൊണ്ട് തള്ളണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ബാങ്ക് ഉദ്യോഗസ്ഥർ റെക്കമെൻഡ് ചെയ്യുന്നത്. 2 പ്രാവശ്യം 2 ടേം വ്യവസായ മന്ത്രി ആയിരുന്ന സുരേഷ് പാരുലേക്കർ എന്ന് പറയുന്നത്. ഇതെല്ലാം ഞാന് മുഴുവനും ഇത് ഹൈക്കോടതിയിൽ വാദിപ്പിച്ച ഹൈക്കോടതിക്ക് അതില് കേരള ഹൈക്കോടതിക്ക് അത് നോക്കാനുള്ള ജൂറിസ്ഡിക്ഷൻ വരുന്നുണ്ട്. ഞാനിത് CBI അറിയിച്ചിട്ടുണ്ട്. അതാണ് രസം. ഞാനിത് 2010 CBI അറിയിച്ചു, സെൻട്രൽ വിജിലൻസ് കമ്മീഷനിൽ അറിയിച്ചു. സെൻട്രൽ വിജിലൻസ് കമ്മീഷനിൽ ഈ പരാതി കൊണ്ടുപോയിട്ട് നേരിട്ട് ബാങ്കിന് കൊടുത്തു. ബാങ്കിന് കൊടുത്തപ്പാണ് ഇനി ഇവിടെ ബാങ്കിൽ വെച്ച് നിൽക്കാൻ പാടില്ല എന്ന് ചോദിച്ചിട്ട് എന്റെ സഹപ്രവർത്തകരെ കൊണ്ട് 5 പേരെ കൊണ്ട് പെണ്ണുങ്ങളെ കൊണ്ട് എനിക്കെതിരെ പരാതി കൊടുപ്പിച്ച്. 2 ചാർജാണ്. ഒന്ന് ഷെഡ്യൂൾ കാസ്റ്റിൽപ്പെട്ട സീനിയർ മാനേജർ തോട്ടി എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവിടെയുള്ള 2 ഉദ്യോഗസ്ഥരുണ്ട്, ഒരാണും പെണ്ണും. അത് അവർ രണ്ടും അവിഹിത ബന്ധത്തിലാണ്. ആ ലേഡി ദുർനടത്തക്കാരി. ഇങ്ങനെ 2 ചാർജാണ് എനിക്കെതിരെയുള്ള. കോടതി ഇപ്പം നല്ലോണം പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു തെളിവുമില്ല. ഇതെല്ലാം ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് പെറ്റീഷണർക്കെതിരെ പരാതി കൊടുത്തിരിക്കുന്നത്. പെറ്റീഷണറെ മേലെ ചുമത്തിയ ശിക്ഷ കോടതിയുടെ മനസാക്ഷിയെ ഞെട്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജസ്റ്റിസ് ഈശ്വരൻ ഇപ്പം വിധിച്ചിരിക്കുന്നത്. പ്രിയമുള്ള പ്രേക്ഷകരെ,
സ്വന്തം ബാങ്കിനെ കബളിപ്പിച്ച് ക്രമക്കേടിന് കൂട്ടുനിന്ന കാനറ ബാങ്ക് മാനേജ്മെന്റ് ഇനിയും ഈ പാവത്തെ വേട്ടയാടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇതിനെതിരെ പ്രതികരിക്കണം. ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ സത്യസന്ധമായ ഉദ്യോഗസ്ഥർക്ക് എങ്ങനെ ജോലി ചെയ്യാനാവും, അവർക്ക് ജീവിക്കാനാവും? ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്ന് മനസ്സിലാക്കിക്കുവാൻ വേണ്ടി മാത്രമാണ് i2i ന്യൂസ് ഈ വാർത്ത പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. പ്രേംവദയുടെ നിയമ പോരാട്ടത്തിന് ഞങ്ങളുടെ എല്ലാ പിന്തുണയും ഉണ്ടാകും. i2i News, an eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.